ഓക്കെ, അപ്പൊ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് ഒരു കൺസൾട്ടേഷൻ, അല്ലെങ്കിൽ നമ്മള് ചെറിയൊരു അസുഖം എന്തെങ്കിലും വന്നു, നമുക്ക് പനിയോ ചുമയോ എന്തെങ്കിലുമൊക്കെ വന്നു, നമ്മൾ ഡോക്ടറെ കണ്ടു, ഡോക്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു, മെഡിസിൻ ഒക്കെ തന്നു, നമ്മൾ തിരികെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഔട്ട് പേഷ്യന്റ് എന്താണെന്ന്? ഓക്കെ, അപ്പൊ ഇൻ പേഷ്യന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് അല്ലെ. ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻപേഷ്യന്റ് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് ആണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. OPD മീൻസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് where the patient come to the hospital to consult their health issues with the doctor to start the treatment. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും. OPD means എന്താണ് OPD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, OPD means outpatient department where patients come to the hospital, consult their health issue. ഒരു പേഷ്യന്റ് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വരുന്നു, ഡോക്ടർ സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. OPD services are medical care provided on an outpatient basis. ഔട്ട്പേഷ്യന്റ് ബേസിസിലാണ് സേവനങ്ങൾ നൽകുന്നത്. അതായത് അവിടെ അഡ്മിറ്റ് ആക്കുന്നില്ല, മറിച്ച് ബാക്കി ട്രീറ്റ്മെന്റ് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഔട്ട്പേഷ്യന്റ് ബേസിസിൽ. ദാറ്റ് ഇൻക്ലൂഡ്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാണെന്ന്? ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ ഓർക്കുന്നുണ്ടോ? കുറച്ച് ദിവസമായി അല്ലെ, എങ്കിലും കുറച്ച് ഓർമ്മയ്ക്ക് ഉണ്ടാവുമല്ലോ. നോക്കാം, എന്താണ് ഡയഗ്നോസിസ്? എന്താ ഡയഗ്നോസിന്റെ മീനിങ്? എന്താ മലയാളത്തിൽ നമ്മൾ എന്താ പറയാ? ഡയഗ്നോസിസ് മലയാളത്തിൽ എന്താ പറയാ? ഡയഗ്നോസിസിനെ ഡയഗ്നോസിസ് ആ ടേമിന് എന്താ പറയാ മലയാളം? രോഗനിർണയം അല്ലെ. നമ്മൾ രോഗത്തിനെ കണ്ടെത്തുകയാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രോഗം കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാൻ പോകേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് തന്നെ സ്വയം ട്രീറ്റ്മെന്റ് ചെയ്താൽ പോരെ? രോഗം നിർണ്ണയിക്കണം അല്ലെ, എന്താണ് രോഗം എന്ന് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഡയഗ്നോസിസ് എന്താണ്? ഡയഗ്നോസിസ് എന്നോ, the identification of the nature of an illness or other problem by examination of symptoms. സിംറ്റംസ് എന്ന് വെച്ചാൽ രോഗലക്ഷണങ്ങൾ അല്ലെ. അപ്പോ രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പരിശോധനയിലൂടെ, ഇപ്പൊ ചിലപ്പോ ബ്ലഡ് ടെസ്റ്റുകൾ, ഇപ്പൊ നമുക്ക് ഭയങ്കര ക്ഷീണവും ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് നമ്മളത് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ HB കുറവാണെന്നൊക്കെ നമുക്ക് കണ്ടെത്തും അതിലൂടെ അല്ലെ. അപ്പോ രോഗലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ രോഗം കണ്ടെത്തുകയാണ്. പല പല ടെസ്റ്റുകളിലൂടെ രോഗം കണ്ടെത്തുന്നു. ആ ഒരു പ്രോസസ് ആണ് ഡയഗ്നോസിസ് എന്ന് വിളിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാൻ പഠിക്കണോട്ടത്. ഡയഗ്നോസിസ് എന്താണ്? ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ. ഇത് 6 പോയിന്റ് പഠിച്ചിരിക്കണം. ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല്? രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗം നിർണ്ണയിക്കുകയാണ്. ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് രോഗം നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഡയഗ്നോസിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എങ്കിലും കുറച്ച് ക്ലാരിഫിക്കേഷൻ കുറവായിരുന്നല്ലോ അതില്. ഓക്കെ, സെക്കൻഡ് വൺ പറയുന്നത് ഒബ്സർവേഷൻ. എന്താ ഒബ്സർവേഷൻ മലയാളത്തിൽ എന്താ പറയാ? നിരീക്ഷണം അല്ലെ. നമ്മള് ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിങ് സംവൺ. ആക്ഷൻ ഓഫ്, അതായത് ഒരു പ്രവർത്തനമാണത്. നമ്മൾ ഒരു വ്യക്തിയെ മോണിറ്റർ ചെയ്യുന്നു, നിരീക്ഷിക്കുകയാണ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുമ്പോഴേ എന്തെങ്കിലും ചെറിയതൊക്കെ ആകുമ്പോൾ ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുമ്പോഴും ഒബ്സർവേഷനിലാണെന്ന് പറയും ഇല്ലേ? പറയാറില്ലേ ഇവിടെ എപ്പോഴും? പേഷ്യന്റിനെ ഒബ്സർവേഷൻസ് വെച്ചിരിക്കുകയാണ്, കുറച്ചു നേരം ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കുകയാണെന്ന് പറയും ഇല്ലേ? കേട്ടിട്ടുണ്ടോ? ഒബ്സർവേഷനില് ഇങ്ങനെ പറയാറ് കേട്ടിട്ടില്ലേ നിങ്ങള്? ഒബ്സർവേഷനിലാണെന്ന് പറയും പേഷ്യന്റ്. എന്താണ് ഈ ഒബ്സർവേഷൻ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മളൊരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു, ചിലപ്പോ ആൾക്ക് അല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ ചിലപ്പോ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടോ? ഇപ്പൊ ഒരു വീണൊരു കുട്ടിയെ കൊണ്ടുവരികയാണെങ്കിലും ചിലപ്പോൾ കുഞ്ഞവര് വോമിറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ആ പേഷ്യന്റിനെ നിരീക്ഷിക്കുകയാണ് അല്ലെ. ഒരു സൂക്ഷ്മ നിരീക്ഷണം. സൂക്ഷ്മ നിരീക്ഷണം ആയിക്കൊള്ളുക അല്ലെ. അപ്പൊ നമ്മള് ആ പേഷ്യന്റിനെ നിരീക്ഷിക്കുന്നു. ഇതാണ് ഒബ്സർവേഷൻ. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് കൺസൾട്ടേഷൻ. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂടിക്കാഴ്ച അല്ലെ. അതായത് ആരെയാണ് കൂടിക്കാഴ്ച നടത്തുന്നത്? ഡോക്ടറിനെയാണ് നമ്മൾ കാണുന്നത് അല്ലെ. എ മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പേർട്ട് മെഡിക്കൽ ഓഫീസർ ഇൻ ഓർഡർ ടു സീക്ക് അഡ്വൈസ്. നമ്മള് ഡോക്ടറെ കാണുന്നതാണ് നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്.
ദെൻ ഡോക്ടർ നമുക്ക് അഡ്വൈസും മെഡിസിൻസും കാര്യങ്ങളൊക്കെ നൽകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ, എന്താണ് കൺസൾട്ടേഷൻ? A meeting with an expert medical officer in order to seek advice. Medical officer കാണുന്നു, then treatment ഒക്കെ നമുക്ക് നൽകുന്നു, അഡ്വൈസുകൾ നൽകുന്നു. ഓക്കെ, ഇതാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ട്രീറ്റ്മെന്റ്, ചികിത്സ അല്ലേ? the medical care given to a patient for an illness or injury. അതായത് എന്തെങ്കിലും ഒരു ഇൽനെസ് ആയിട്ടോ രോഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ട് വരുന്ന പേഷ്യൻസിന് മെഡിക്കൽ കെയർ അല്ലെ, ആരോഗ്യ പരിചരണം നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രീറ്റ്മെന്റ്. മീൻസ് നമ്മൾ കോമൺലി പറയുന്നത് ചികിത്സ. നമുക്ക് അസുഖങ്ങളായിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഞ്ചുറി, വീഴലോ പൊട്ടലോ എന്തെങ്കിലും ഒക്കെ നമ്മൾ ചികിത്സ തേടി പോകുന്നു. ഓക്കെ, ഇതാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇന്റർവെൻഷൻ. എന്താണ് ഇന്റർവെൻഷൻ? ഇടപെടലുകൾ. ആക്ഷൻ ടേക്കൻ ടു ഇംപ്രൂവ് മെഡിക്കൽ ഡിസോർഡർ. ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഡിസോർഡറുകൾ ഉണ്ടെങ്കിൽ, അതായത് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ഇടപെടലുകൾ. ഇടപെടൽ എന്ന് വെച്ചാൽ മീൻസ് അവിടെ നമ്മൾ ഡോക്ടറെ കാണുന്നതിനുള്ളൊരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ നമ്മളവിടെ ഒരു ഇന്റർവെൻഷൻ ഉണ്ട്, ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച. അതിനെയാണ് നമ്മൾ ഇടപെടലുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, then last one rehabilitation. rehabilitation എന്താണ്? പുനരധിവാസം. ഓർമ്മയുണ്ട് എല്ലാവർക്കും അല്ലെ? 10th ക്ലാസ്സിൽ പറഞ്ഞതാണ്, എങ്കിലും കുറച്ച് പേർക്ക് ഓർമ്മയുണ്ട്. റീഹാബിലേഷൻ എക്സാമ്പിൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? എക്സാമ്പിൾ നോക്കാം. എന്താണ് റീഹാബിലേഷൻ? the action of restoring someone, physiotherapy. Okay, the action of restoring someone to health or normal life through training and therapy after illness. അല്ലെ, അതായത് രോഗത്തിന് ശേഷം ഒരു പേഷ്യന്റിന് നമ്മൾ ആ പഴയ ഒരു നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ സാധാരണ ഒരു ജീവിതത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. എക്സാമ്പിൾ നമുക്ക് ഫിസിയോതെറാപ്പി പറയും. ആക്സിഡന്റ് ഒക്കെ പറ്റിയ ഒരു പേഷ്യൻസിന് സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ചിലപ്പോൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നതായി വരും. അപ്പൊ ശരീരം പറ്റിയെ നടക്കാനും ബുദ്ധിമുട്ടൊക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടാണ് പഴയ പോലെ നോർമൽ ആ ഒരു ലെവലിലേക്ക് അവർ എത്തുന്നത്. റീഹാബിലേഷൻ ക്ലിയർ ആണോ? 6 കാര്യങ്ങള്: ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലേഷൻ. ഇൻട്രൊഡക്ഷൻ തുടങ്ങി നമ്മളിപ്പോ റീഹാബിലേഷൻ വരെ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, മനസ്സിരുത്തി വായിക്കാം. വായിക്കുമ്പോ അർത്ഥം മനസ്സിലാക്കി വായിക്കണം കേട്ടോ. സ്പീച്ച് തെറാപ്പിയും പറയാം കേട്ടോ. എക്സാമ്പിൾ ആണ് സ്പീച്ച് തെറാപ്പി. സംസാരിക്കാനൊക്കെ മീൻസ് ഇങ്ങനെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പഠിക്കണമെങ്കിലേ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു തെറാപ്പി ഒക്കെ കൊടുക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷൻ തുടങ്ങി റീഹാബിലേഷൻ വരെ വായിക്കുമ്പോ മനസ്സിരുത്തി വായിക്കുക. വായിക്കുന്നതിനോടൊപ്പം തന്നെ 50% നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയം. നമ്മൾ രോഗം കണ്ടുപിടിക്കുകയാണ് അല്ലെ. നമുക്ക് എന്താണ് അസുഖം എന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ നമുക്ക് ഭയങ്കര തലകറക്കം അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, ഭയങ്കര തലചുറ്റൽ, എപ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പൊ ഡോക്ടർ ഒന്ന് BP ചെക്ക് ചെയ്ത് നോക്കിയപ്പോ BP വളരെ കൂടുതലാണ് അല്ലെ. BP വളരെ കൂടുതലാണ്. അപ്പൊ BP അപ്പാരറ്റസ് വെച്ച് ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ ആ ഒരു രോഗമാണെന്ന് തിരിച്ചറിയുന്നത് അല്ലേ. രോഗമാണ് കണ്ടുപിടിച്ചു. അവിടെ ഒരു മെഡിക്കൽ എക്യുപ്മെന്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് രോഗം ഇതാണെന്ന് നമ്മൾ കണ്ടെത്തുന്നത്. രോഗം നിർണയം ക്ലിയർ ആയോ? ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെ. ലക്ഷണമാണ് ഭയങ്കര ക്ഷീണമാണ്, എപ്പോഴും ഭയങ്കര തലകറക്കം, ഒരു തലവേദന, ഭയങ്കര ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു? ഒന്ന് BP ചെക്ക് ചെയ്ത് നോക്കാം. അതൊരു നിരീക്ഷണമാണ് അല്ലെ. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. BP നോക്കിയപ്പോ BP നല്ല ഹൈ BP ആണ് അല്ലെ. അപ്പോഴാണത് BPക്കുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കണ്ടിന്യൂ വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് വായിക്കാം. ഇന്റർവെൻഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇടപെടൽ എന്നാണ് അതിന്റെ മീനിങ്. മലയാളത്തിൽ പറഞ്ഞാൽ ഇടപെടലുകൾ അല്ലെ. ആക്ഷൻ ടേക്കൻ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. അതായത് ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ആരോഗ്യ വൈകല്യങ്ങൾ, അതായത് അസുഖങ്ങൾ തന്നെ, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ ആ മെഡിക്കൽ ഡിസോർഡറിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ് ഉദ്ദേശിക്കുന്നത് ചികിത്സ, ട്രീറ്റ്മെന്റുകൾ നമ്മൾ എടുക്കുന്നത്. അതാണ് ഇന്റർവെൻഷൻ. ഇടപെടൽ എന്നുള്ള ഒരു മീനിങ് ആണ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. നമ്മൾക്ക് ആരോഗ്യ വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ
എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ പറ്റുമ്പോൾ നമ്മൾ അതിനുള്ള ഒരു ആക്ഷൻ എടുക്കുകയാണ്. ആക്ഷൻ വെച്ചാൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു 8 സെന്റൻസ് ഉള്ളൂ. അങ്ങനെ തന്നെ ഒന്ന് പഠിച്ചാൽ മതി. ആക്ഷൻ ടേക്ക് ടു ഇംപ്രൂവ് മെഡിക്കൽ ഡിസോർഡർ. ഓക്കെ, നിങ്ങൾക്ക് PDF പുറത്തുനിന്ന് വേറെ ഒരു തരത്തിലും ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് ഉണ്ടാവില്ല. PDF നമുക്ക് എന്താണോ ആ ഒരു മെത്തേഡിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ചെറിയ പോയിന്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കാം. കൂടുതൽ അതിന്റെ എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. ആവശ്യമുള്ളത് മാത്രം കൃത്യമായിട്ട് അതുപോലെ തന്നെ പഠിക്കാം. പെട്ടെന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ആറ് പോയിന്റ് പഠിക്കണം. ഒന്ന് മാർക്ക് ചെയ്തിടാം കേട്ടോ. സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്തിടാം. 6 പോയിന്റ് പഠിക്കണം കേട്ടോ. Then ഫസ്റ്റ് സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്തിടാം. OPD means outpatient department where patient come to the hospital to consult their health issue with the doctor to start treatment. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും 6 പോയിന്റും ദെൻ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ സെക്ഷൻ ഓക്കെയാണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയേ, ഒബ്ജക്റ്റീവ് ഓഫ് OPD. OPDയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും ലക്ഷ്യങ്ങള്? PDF നോക്കണ്ട, അല്ലാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഒരു OPD ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ആൻസർ നോക്കണ്ട കേട്ടോ, അതിൽ നോക്കണ്ട. നിങ്ങളുടേതായിട്ടുള്ള ആൻസേഴ്സ് ആണ് എനിക്ക് വേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ, കമന്റ് ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ് നമ്മുടെ ഒരു OPDയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? നിങ്ങൾ ആലോചിച്ചത് ഒരു ഹോസ്പിറ്റലില് OPD ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ഗുഡ് കെയർ. ഓക്കെ, നല്ലൊരു പരിചരണം കൊടുക്കുക. ദെൻ ട്രീറ്റ്മെന്റ്, ചികിത്സ നൽകുക. ദെൻ നല്ല കൺസൾട്ടേഷൻ ഓക്കെ, നല്ലൊരു കൺസൾട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. കറക്റ്റ്. ഗുഡ് ബിഹേവിയർ. ഓക്കെ, നല്ലൊരു പെരുമാറ്റങ്ങളായിരിക്കാം. ഗുഡ് കെയർ, ഫെസിലിറ്റി, പുതിയ ടെക്നോളജി. ഓക്കെ, പ്രോപ്പർ ശരിയായിട്ടുള്ള ഡയഗ്നോസിസുകൾ. ഓക്കെ, നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ് കേട്ടോ, ശരിയായിട്ടുള്ള ആൻസറുകൾ തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ദെൻ അപ്പോ നമുക്ക് ഇനി ഇതിനകത്തോട്ട് വരാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD എന്തൊക്കെയാണെന്ന്. പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ, അല്ലെ, ഗുണനിലവാരമുള്ള ഒരു പരിചരണം പേഷ്യൻസിന് കൊടുക്കുക. നിങ്ങൾ പറഞ്ഞ എല്ലാ ആൻസേഴ്സും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് വൺ, മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അന്വേഷണങ്ങള്, മീൻസ് രോഗങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തില്ലേ, അത്. അതിനു വേണ്ടിയിട്ട് മോഡേൺ ടെക്നിക്സുകൾ, അല്ലെ, നമുക്കറിയാം ഇന്ന് ഹോസ്പിറ്റലിൽ പുതിയ പുതിയ മോഡേൺ ടെക്നോളജികളൊക്കെ വന്നിട്ടുണ്ട്, അല്ലെ. നമ്മളിപ്പോ ടെസ്റ്റുകൾക്കും സർജറി ചെയ്യാനോ അല്ലെങ്കിൽ ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പുതിയ പുതിയ എക്യുപ്മെന്റുകൾ, അല്ലെ, പുതിയ പുതിയ സംവിധാനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് എല്ലാ ഹോസ്പിറ്റലുകളിലും, അല്ലെ. അപ്പൊ അതൊക്കെ OPDയുടെ ഒരു ലക്ഷ്യമാണ്, അല്ലെ, മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സുകൾ കൊണ്ടുവരിക എന്നുള്ളത്. എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് ഉപയോഗിക്കുന്ന നൂതനമായിട്ടുള്ള ശസ്ത്രക്രിയകൾക്കും മറ്റ് എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാനുണ്ട്. സെക്കൻഡ് മൊഡ്യൂള്, തേർഡ് മൊഡ്യൂളിലുണ്ട്. എങ്കിലും എന്തൊക്കെയാണ് നിങ്ങളുടെ അറിവില് പുതിയ പുതിയ ടെക്നോളജി എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിലെ ടെക്നോളജികൾ എന്തൊക്കെയാണ്? ഒരു ടെക്നോളജി ഇല്ല, മീൻസ് സിറിഞ്ചും സൂചിയൊക്കെ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ടെക്നോളജി ഇല്ല. എന്തൊക്കെയാണ്? ടോക്കൺ നമ്പർ സിസ്റ്റം ഉണ്ട്. ഓക്കെ, കീഹോൾ സർജറി, ഇതൊക്കെ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആയി പുതിയ പുതിയ ടെക്നോളജി അല്ലേ. റോബോട്ടിക് സർജറി, ദെൻ സ്കാനിങ്ങുകള്. ഓക്കെ, ദെൻ എക്സ്റേ സ്കാനിങ്ങിൽ തന്നെ പല ടൈപ്പ് സ്കാനിങ് ഇപ്പോൾ അവൈലബിൾ അല്ലേ. CT സ്കാൻ, MRI, അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട്? ടെസ്റ്റുകള്, ECG, EHR, EPR, എന്തൊക്കെ തരത്തിലുള്ള ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ഇല്ലേ, 3D സ്കാൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പുതിയ പുതിയ മോഡേൺ ടെക്നിക്സുകൾ കൊണ്ടുവരിക. ദെൻ ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെ.
പേഷ്യൻസിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ കൊണ്ടുവരികയാണ്. അല്ലെ, ഒരു ഒ പി ഡിനെ സംബന്ധിച്ച് എന്തൊക്കെ സൗകര്യങ്ങളാണ് പേഷ്യൻസിന് വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു പേഷ്യന്റിന് നൽകേണ്ടത്? ഏറ്റവും ആദ്യം വേണ്ടത് ക്യാൻറ്റീൻ ആണോ? ക്യാൻറ്റീൻ വേണം അല്ലെ? ഓക്കെ. ദെൻ ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങൾ വേണം അല്ലെ? അത്യാവശ്യം ചെയറും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ദെൻ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം ഇല്ലേ? വേണ്ടേ? അത്യാവശ്യം നമ്മൾ ഇരിക്കുന്നിടത്ത് കുടിവെള്ളത്തിനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കുക. ATM. ഓക്കെ. ATM എനിക്ക് തോന്നുന്നു ചില ഹോസ്പിറ്റലുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ATM കൗണ്ടർ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ടോയ്ലറ്റ് ഫെസിലിറ്റികൾ വേണം അല്ലെ? അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അത്യാവശ്യം വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റികൾ നമ്മളെ പേഷ്യൻസിന് വേണ്ടി ലൈറ്റ് ഫാൻ ഒക്കെ ഉണ്ടാവുമല്ലോ. ലൈറ്റും ഫാൻ ഇല്ലാത്ത ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഫീഡിംഗ് റൂം പറയാം അല്ലെ? റിസപ്ഷനൊക്കെ ഓൾറെഡി ഉള്ളതല്ലേ? ഓക്കെ. അപ്പൊ ബാക്കി നമുക്കുള്ള സംവിധാനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഫെസിലിറ്റികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ദെൻ ഗുഡ് പബ്ലിക് റിലേഷൻ. നിങ്ങൾ പറഞ്ഞു ബിഹേവിയർ, നല്ല പെരുമാറ്റം അല്ലെ? അപ്പൊ പേഷ്യൻസും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും ഡോക്ടേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ടായിരിക്കണം, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് പേഷ്യൻസിനായാലും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും നമുക്ക് പോരായ്മയുണ്ടെങ്കിൽ അത് തുറന്നു പറയാനായിട്ടുള്ള ഒരു പബ്ലിക് റിലേഷൻഷിപ്പ് പേഷ്യൻസും ഡോക്ടേഴ്സും സ്റ്റാഫുകളും തമ്മിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. 4 ഒബ്ജക്റ്റീവ് ആണ് പറയുന്നത്. പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ, modern technique for investigation and treatment, facilities for total patient satisfaction, then good public relation. Okay, 4 എണ്ണം ഒറ്റ പെട്ടെന്ന് വായിച്ചു നോക്കിയ 4 പോയിന്റ് വായിക്കുമ്പോൾ തന്നെ ഒന്ന് പഠിക്കാം കേട്ടോ. ഒരു പ്രാവശ്യം പെട്ടെന്ന് ഓടിച്ച് വായിച്ചു നോക്കാം ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, പഠിച്ചോ 4 പോയിന്റ്? ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നോക്കാം. The scope of OPD includes the following. ഇനി ഒരു OPD-യിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, OPD ഡിപ്പാർട്ട്മെന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സ്കോപ്പ്, അവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോക്കാം. കൺസൾട്ടേഷൻ അല്ലെ? മീൻസ് കൺസൾട്ടേഷൻ മീൻസ് പേഷ്യന്റുമായിട്ടുള്ള കൂടിക്കാഴ്ച. Then next one investigation, അന്വേഷണം. അന്വേഷണം എന്ന് പറഞ്ഞാൽ രോഗകാരണങ്ങളൊക്കെ കണ്ടെത്തുന്ന ആ ഒരു പ്രൊസീജിയേഴ്സ്. Then procedures, നടപടികൾ അല്ലെ? Then specialty services, other special servicesകൾ. അതായത് ഇപ്പോ സ്പെഷ്യൽ സർവീസസിൽ എന്തൊക്കെയായിരിക്കും ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? സ്പെഷ്യാലിറ്റി സർവീസസുകൾ, അതായത് മറ്റു ടെസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ഹോസ്പിറ്റലുകളിലും നമ്മൾ ഓൾറെഡി ഡോക്ടേഴ്സിന്റെ റൂമിൽ, അതായത് ഡോക്ടറിനെ കാണുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ടെസ്റ്റുകൾ ചെയ്യും. വെയിറ്റ് എടുക്കും, ഹൈറ്റ് നോക്കും, BP നോക്കും, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും ഇല്ലേ? ഉണ്ടോ? ഇപ്പൊ അങ്ങനെയല്ലേ ചില ഹോസ്പിറ്റലുകൾ അങ്ങനെയാണ്. ഡോക്ടറെ കാണുന്നതിന് മുന്നായിട്ട് തന്നെ ഓൾറെഡി ഒരു ചെറിയൊരു ക്യാബിൻ പോലെ ഉണ്ടാകും അല്ലെ? നഴ്സസ് ഇരിക്കുന്നുണ്ടാകും. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു ടോക്കൺ എടുത്തിട്ട് അവിടെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? ഡോക്ടേഴ്സ് എല്ലാം നഴ്സുമാരായിരിക്കും അല്ലെ? ഒന്ന് വെയിറ്റ് നോക്കും, ഹൈറ്റ് നോക്കും, ദെൻ ടെമ്പറേച്ചർ ഉണ്ടോന്ന് ചെക്ക് ചെയ്യും, BP ചെക്ക് ചെയ്യും. അങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് പേഷ്യന്റ് ഹിസ്റ്ററി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്പെഷ്യാലിറ്റി സർവീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. നമ്മുടെ ആരോഗ്യത്തില് പ്രിവെന്റീവ് ആയിട്ടുള്ളതും ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കെയറുകൾ, പരിചരണം. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം. ക്ലിനിക്ക് മീൻസ് ക്ലിനിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതുപോലെ ടെസ്റ്റുകളും മറ്റും ചെയ്യുന്നത്. വിച്ച് ഇൻക്ലൂഡ്, ക്ലിനിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡയബറ്റിക് ആൻഡ് ആന്റിനേറ്റൽ. ഡയബറ്റിക്കിന് വേണ്ടിയിട്ടും ആന്റിനേറ്റലിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലിനിക്കുകൾ, ട്രീറ്റ്മെന്റുകൾ. ഡയബറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറയില്ലേ, ഷുഗർ പേഷ്യൻസ്. ഓക്കെ, അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ടാകും. ഡയബറ്റിക്കിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടേഴ്സ് ഉണ്ടാകും. ദെൻ ആ ഒരു ഏരിയ ഡയബറ്റിക്കിന് മാത്രം അവര് എന്താണ് ഡയബറ്റിക്കിന്റെ മാത്രമുള്ള ഒരു ഏരിയ, സ്പെഷ്യൽ ഡോക്ടറും ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും. അതുപോലെ തന്നെ ആന്റിനേറ്റൽ കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് പ്രഗ്നൻസി ടൈമിലുള്ള കെയറിങ്ങിനെയാണ് നമ്മൾ ആന്റിനേറ്റൽ എന്ന് വിളിക്കുന്നത്.
ഒന്ന് ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിയിടാം. പ്രഗ്നൻസി ടൈം കെയർ എന്ന് എഴുതാം. പ്രഗ്നൻസി ടൈം കെയർ സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആന്റിനേറ്റൽ. പ്രഗ്നൻസി ടൈമിലെ കെയറിനെയാണ് നമ്മൾ ആന്റിനേറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒന്ന് ബ്രാക്കറ്റിൽ എഴുതിയിടാട്ടോ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം പ്രഗ്നൻസി ടൈം കെയറിനെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ആന്റിനേറ്റൽ. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതിയിടാം. അറിയില്ലാത്തവര് എന്തായാലും എഴുതിയിടാട്ടോ. ഓക്കെ, അപ്പോ പ്രിവെന്റീവ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയറിൽ വരുന്നതാണ് ഡയബറ്റിക്കും അതുപോലെ തന്നെ ആന്റിനേറ്റൽ കെയറുകൾ അല്ലെ. ഇപ്പൊ ചില ഹോസ്പിറ്റലുകളൊക്കെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡെലിവറി പ്രത്യേക പാക്കേജുകളും മറ്റൊക്കെ അവൈലബിൾ ആണ് ഇല്ലേ കേട്ടോ. ഇത്ര എമൗണ്ട് ടോട്ടൽ പാക്കേജ് എന്ന് പറയും അല്ലെ. മീൻസ് എല്ലാ ടോട്ടൽ ട്രീറ്റ്മെന്റിനും ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജസുകളൊക്കെ ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതൊക്കെ ആന്റിനേറ്റൽ കെയറിന് എക്സാമ്പിൾ ആണ്. ആന്റിനേറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി വുമൻസിന് വേണ്ടി പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കും അവരുടെ ഡെലിവറി അതിനു വേണ്ടി മാത്രമുള്ളത്. ഇപ്പൊ ഡയബറ്റിക് എന്ന് പറഞ്ഞാല് നമ്മൾ ഷുഗർ പേഷ്യൻസിനാണ് മെയിൻ ആയിട്ട് അവർ നോക്കുന്നത്. ഇവിടെ ആന്റിനേറ്റൽ കെയറിലെ പ്രഗ്നൻസി വുമൻസും അതുപോലെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള വുമൻസും കാര്യങ്ങളൊക്കെയാണ്. പ്രഗ്നൻസി മാത്രമാണ് അവിടെ ഇമ്പോർട്ടന്റ്. അപ്പോ അവിടെ എന്താണ് മീൻസ് നമ്മുടെ ഗൈനക്കോളജി ഒരു സ്പെഷ്യൽ ഡോക്ടർ ഉണ്ടാകും. അവരുടെ ഉള്ള ഒരു പരിചരണം ആ ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ആന്റിനേറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എസ്പെഷ്യലി വുമൻസിന്റെയാണ് ഫീമെയിൽസിന്റെയാണ്. ക്ലിയർ ആയോ? ആന്റിനേറ്റൽ ഇത് എഴുതി വെക്കാം കേട്ടോ. അതുകൊണ്ട് പ്രഗ്നൻസി കെയറിന് എഴുതി വെക്കാം. ഓക്കെ, ദെൻ മൂന്നാമത്തത് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എക്സാമ്പിൾ നോക്കി, ഫിസിയോതെറാപ്പി നമ്മൾ പറഞ്ഞില്ലേ. റീഹാബിലിറ്റേഷൻ സർവീസിന് എക്സാമ്പിൾ ആണ് ഫിസിയോതെറാപ്പി ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പി. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു തെറാപ്പിയാണ് ഒക്യുപേഷണൽ തെറാപ്പി. ഫിസിയോതെറാപ്പി പോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ സ്പീച്ച് തെറാപ്പി ഒക്കെ പറഞ്ഞില്ലേ. അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് ഒക്യുപേഷണൽ തെറാപ്പി. ഓക്കെ, അപ്പോ നമ്മൾ OPD-യിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ, സ്പെഷ്യാലിറ്റി സർവീസുകൾ, പ്രിവെന്റീവ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഡയബറ്റിക്കും ആന്റിനേറ്റലും. അത് മാത്രം ഓർത്തിരിക്കുക. റീഹാബിലിറ്റേഷൻസ് വരുന്നത് ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി എക്സെട്ര. ലാസ്റ്റ് വൺ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ അതായത് ഈ ഹോസ്പിറ്റലുകളിലൊക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മള് മെറ്റേണിറ്റി വാർഡൊക്കെ ഉണ്ടാവില്ലേ. അവിടെ മെറ്റേണിറ്റി വാർഡിലായാലും അല്ലെങ്കിൽ വാർഡുകളിൽ നമ്മൾ പേഷ്യന്റിനെ കിടക്കുന്ന ആ ഒരു ടൈമില് ഫീൽഡ് നഴ്സസ് വന്ന് ചെറിയൊരു ക്ലാസ്സസ് പോലെയൊക്കെ ചെയ്യും ഇല്ലേ. അതായത് ചാർട്ടൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ലൈഡ് ഷോ ഒക്കെ ചെയ്തിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് ചിലപ്പോ കുഞ്ഞുങ്ങളുടെ ഫീഡിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫുഡും കാര്യങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതിനെ കുറിച്ചിട്ട് ചെറിയൊരു ക്ലാസ് പോലെയൊക്കെ അവയർനെസ് ക്ലാസ് പോലെയൊക്കെ ചെറിയൊരു ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഈ വാർഡിലൊക്കെയാണ് കൂടുതലും അങ്ങനെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അവിടെ കിടക്കുന്ന പേഷ്യൻസിനെ കാണാൻ വേണ്ടിയിട്ട്. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വൈകല്യങ്ങൾ ഇപ്പൊ നമ്മള് സംസാരിക്കാനോ സ്പീച്ച് തെറാപ്പി അല്ലെങ്കിൽ നടക്കാനോ ഫിസിയോതെറാപ്പി പോലെ തന്നെ നമ്മൾക്ക് എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു തെറാപ്പിയാണ് ഒക്യുപേഷണൽ തെറാപ്പി. ഫിസിയോതെറാപ്പി പോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഡിസോർഡേഴ്സ് ഉണ്ടാവില്ലേ. പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പിയാണ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ആ പേര് മാത്രം നോക്കിയാൽ മതി. ക്ലാസ്സുകൾ അവയർനെസ് പല രീതിയിലുണ്ടാവും. ഓരോ ടോപ്പിക്കിനെ അവർ ബേസ് ചെയ്തിട്ടായിരിക്കും അവയർനെസ് ക്ലാസ് കൊടുക്കുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ആ ഒരു വാർഡിലാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വളർച്ചയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോ എന്താണ് അല്ലെങ്കിൽ ഈ അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള അല്ലെ ക്രോണിക് ഡിസീസസിനെ കുറിച്ചിട്ടുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ മെറ്റേണിറ്റി വാർഡിലൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫീഡിങ് കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള ഓരോ സെക്ഷൻ ആയിട്ടായിരിക്കും ഓരോ രീതിയെ കുറിച്ച് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അവയർനെസ് ക്ലാസ്സുകളായിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ സ്കോപ്പ് ഓഫ് OPD-യിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ലൊക്കേഷൻ ഓഫ് OPD. OPD-യുടെ ലൊക്കേഷൻ എവിടെയാണ് ഒരു OPD സെക്ഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലില് എവിടെയായിരിക്കും?
നിങ്ങൾ പോയിട്ടുള്ള ഹോസ്പിറ്റലിലൊക്കെ എവിടെയൊക്കെയാണ് OPD ഉള്ളത്? ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഫസ്റ്റ് ഫ്ലോർ ആണോ, സെക്കൻഡ് ഫ്ലോർ ആണോ, ഗ്രൗണ്ട് ഫ്ലോർ ആണോ? ഗ്രൗണ്ട് ഫ്ലോർ ആണ് അല്ലെ? നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു ഏരിയ തന്നെയായിരിക്കും എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോർ തന്നെയായിരിക്കും OPD എന്ന് പറയുന്നത്. പേഷ്യൻസിന് പെട്ടെന്ന് എളുപ്പം നമുക്ക് എത്തിച്ചേരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് അല്ലെ? സോ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അണ്ടർലൈൻ ചെയ്യുക, എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലാണ് OPD വരുന്നത്. Then സെക്കൻഡ് വൺ ഷുഡ് ഷെയർ വിത്ത് IPD സെക്ഷനുമായിട്ടൊരു ഷെയറിംഗ് ഉണ്ട്. അതായത് നമ്മൾ OPD-യിൽ വന്നിട്ടാണല്ലോ പേഷ്യൻസിനെ ഇപ്പോൾ അഡ്മിറ്റഡ് ആക്കുന്നത് അല്ലെ? അഡ്മിറ്റ് ചെയ്യുന്നത് OPD-യിൽ വന്നതിന് ശേഷമാണ് നമ്മൾ IPD-യിലേക്ക് പോകുന്നത്. അതാണ് ഷുഡ് ഷെയർ വിത്ത് IPD. ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്പിക് ഫെസിലിറ്റീസ്, രോഗനിർണയങ്ങളും അതുപോലെ തന്നെ തെറാപ്പിക് ചികിത്സാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എവിടെയാണ്? നമ്മൾ OPD-യിലായിരിക്കും, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. Then unidirectional flow. എന്താ യൂണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിഡയറക്ഷണൽ മലയാളത്തിൽ എന്താ പറയാ? യൂണി ആൻഡ് മൾട്ടി, യൂണി മോഡൽ മൾട്ടി മോഡൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇൻ വൺ ഡയറക്ഷൻ അല്ലെ? ഒരു ഡയറക്ഷനിൽ ഒരേ ദിശയിലായിരിക്കും അല്ലെ? നമ്മൾ OPD-യിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ ഒരൊറ്റ ഫ്ലോ ആയിരിക്കും ആണോ? ഒറ്റ ഡയറക്ഷൻ ആയിരിക്കില്ലേ OPD-യിൽ ചെന്നു റിസപ്ഷൻ, ഇതെല്ലാം ഒരേ ദിശയിൽ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മറ്റൊന്നിനു വേണ്ടി സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ പോകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ഡോക്ടേഴ്സ് ഇരിക്കുന്നതും മിക്കതും എപ്പോഴും ആ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒറ്റ ദിശയിലായിരിക്കും. ഓക്കെ, ഇതാണ് യൂണിഡയറക്ഷണൽ ഫ്ലോ. ജസ്റ്റ് ഒരു പേരാണത്, യൂണിഡയറക്ഷണൽ, ഒറ്റ ഏരിയയിൽ തന്നെ ആയിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും. ഓക്കെ, ലാസ്റ്റ് വൺ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. എന്താ എക്സ്പാൻഷൻ മീനിങ്? എക്സ്പാൻഷൻ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ എക്സ്പാൻഷൻ? മലയാളത്തിൽ എന്താ പറയാ? വിപുലീകരണം. ഓക്കെ, ഇവിടെ എന്തായിരിക്കും വിപുലീകരണം ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ അല്ലെ? വികസനത്തിന് വേണ്ടിയിട്ടുള്ള. അതായത് ഇപ്പൊ ഹോസ്പിറ്റലുകളൊക്കെ നമുക്കറിയാം എപ്പോഴും അതിന്റെ ബാക്കോട്ട് ചേർത്തിട്ടോ പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ അവിടെ പണിതുകൊണ്ടിരിക്കും അല്ലെ? വിപുലീകരണത്തിന് വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടാകുമെന്ന് അവിടെ അത്യാവശ്യം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് OPD ഗ്രൗണ്ട് ഫ്ലോറിൽ അത് വീണ്ടും കുറച്ച് നീക്കാൻ. ഇപ്പൊ നമ്മളുടെ വീട് തന്നെ ആദ്യം നമ്മൾ ചെറിയൊരു രീതിയിൽ വീടൊക്കെ പണിയും. ചിലപ്പോൾ ഒരു മുറിയോ 2 മുറിയോ ഒക്കെ നമ്മൾ ചേർത്തൊക്കെ എടുക്കും ഇല്ലേ? പണിയൊക്കെ ഓൾറെഡി കഴിഞ്ഞതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഭാവിയിൽ നമ്മൾ മുകളിൽ പുതിയ തല റൂമുകളൊക്കെ എടുക്കും, അല്ലെങ്കിൽ താഴേക്ക് നമ്മൾ വികസിപ്പിക്കും. അതുകൂടി എക്സ്പാൻഷൻ ചെയ്യും ഇല്ലേ? നമ്മുടെ വീടുകളിൽ ചെയ്യില്ലേ? എക്സ്റ്റൻഷൻ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കണം എന്ന്. ഓക്കെ, സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. ഇപ്പൊ പുതിയൊരു ബിൽഡിംഗ് വേണമെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് ഓൾറെഡി അവർ സെറ്റ് ചെയ്തിടും. ഓക്കെ, എപ്പോ വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു പുതിയ ബിൽഡിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. ഇതാണ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ലൊക്കേഷൻസ് എന്തൊക്കെയാണ്? 4 കാര്യങ്ങളാണ്. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. മെയിൻ പോയിന്റ് അതാണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ ആണ് മെയിൻ പോയിന്റ് ഉദ്ദേശിക്കുന്നത്. IPD ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യും. ഡയഗ്നോസ്റ്റിക്കും തെറാപ്പിക് ഫെസിലിറ്റികളും ഉണ്ടായിരിക്കും. യൂണിഡയറക്ഷണൽ ഫ്ലോ ആണ് അല്ലെ? എല്ലാം ഒരേ ദിശയിൽ തന്നെയായിരിക്കും. സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ, വിപുലീകരണത്തിനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ക്ലാസ് ഓക്കെ ആണോ? സ്പീഡ് ഓക്കെ ആണോ? മീൻസ് എന്റെ ഒരു ഫ്ലോ ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു നമ്മള് നോർമൽ മീൻസ് ഓരോരുത്തർക്കും ഓരോ സ്ലാങ് ആണല്ലോ അല്ലെ? ഓരോ പ്രദേശത്ത് ഇപ്പൊ നിങ്ങളുടെ ഒരു സ്ലാങ്ങിലായിരിക്കില്ല ചിലപ്പോ എന്റെ സംസാരം അല്ലെ? അപ്പോ എന്റെ ഒരു ഫ്ലോ ഇങ്ങനെയാണ്. നോർമൽ സ്പീഡ് കാണും. ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തൃശ്ശൂരല്ല, ഞാൻ പ്രോപ്പർ ഇവിടത്തേക്കാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഇനി സ്ലോ ചെയ്യുന്ന കാര്യമില്ലല്ലോ. ഭയങ്കര സ്ലോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഒത്തിരി പോകാമായിരിക്കും. അത്യാവശ്യം ഒരു നോർമൽ സ്പീഡിൽ തന്നെ നമുക്ക് പോകാമല്ലോ. ഓക്കെ, ദെൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സ്കോപ്പും വായിക്കാം, ലൊക്കേഷനും ഒന്ന് വായിച്ചു നോക്കാം. റീഹാബിലേഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കോ കേട്ടോ. ഫിസിയോതെറാപ്പിയും ഓക്യുപേഷണൽ തെറാപ്പിയും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇനി നെക്സ്റ്റ് ഒരു ടേബിൾ ആണ്, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ. അപ്പോ ഒ പി ഡിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. അല്ലെ, ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പേഷ്യന്റിന് പ്രാധാന്യമുള്ള ഒരു ഏരിയ ഉണ്ടാകും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും. അതിലേക്ക് നമുക്ക് പ്രവേശനമൊന്നുമില്ല. നമുക്ക് പോയി നോക്കാൻ പറ്റുമോ? ഡയറക്ടറുടെ റൂമിലോ അല്ലെങ്കിൽ എന്താണ് ഡയറക്ടറുടെയും മറ്റ് റൂമുകളിലേക്ക് നമുക്ക് അലൗഡ് ആണോ പേഷ്യൻസിന്? ആണോ അല്ലയോ? അല്ല, അല്ലെ? അപ്പോ പേഷ്യന്റിന്റേതായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവിന് ഒരു ഏരിയ, ദെൻ ചികിത്സാപരമായിട്ടുള്ള ഏരിയ. അങ്ങനെ 3ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഇനി 3ലും ഏതൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ടേബിളിലോട്ട് നിങ്ങൾ നോക്കണ്ട കേട്ടോ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണിത്, അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ ആൻസർ പറയാം. ആരും PDF-ലേക്ക് നോക്കില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. നിങ്ങൾ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയാ സ്പീച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് പറയാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല, എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് കമന്റ് ചെയ്യാം നിങ്ങൾ. ഓക്കെ, അപ്പോ ആദ്യം പേഷ്യന്റ് ഏരിയ. പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഓരോരുത്തരെയും, നിങ്ങൾ തന്നെ പേഷ്യന്റ് ആണ്, അല്ലെ? നമ്മളാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ്? നമ്മൾ ഏതൊക്കെ ഏരിയകളിലേക്കാണ് പോകുന്നത്? ഓക്കെ, റിസപ്ഷൻ. ഫസ്റ്റ് നമ്മൾ റിസപ്ഷനിലേക്കാണ് പോകുന്നത്. എൻക്വയറി, ഓക്കെ, കാഷ്വാലിറ്റി, ക്യാൻറ്റീൻ, വാഷ്റൂംസ്, ഫാർമസി, registration, canteen, waiting area, OP, casualty. ഓക്കെ, നിങ്ങൾ പറഞ്ഞെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് നമ്മളുടെ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം കേട്ടോ. എൻട്രൻസ്, അല്ലെ? പേഷ്യന്റ് ഏരിയയിൽ ടേബിളിലേക്ക് വരാം കേട്ടോ. പേഷ്യന്റ് ഏരിയയിൽ ആദ്യം വരുന്നത് എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, ദെൻ വെയിറ്റിംഗ് ഏരിയ എന്നാണ് കേട്ടോ. വെയിറ്റിംഗ് ഏരിയ 6 കിടക്കുന്നത്. പ്രിന്റ് ഔട്ടിൽ നോക്കി നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടോ? ARE എന്നാണ് കിടക്കുന്നത്. ഓക്കെ, ARE, ഏരിയ എന്നാക്കാം കേട്ടോ. ഏരിയ വായിക്കുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, ATM മെഷീൻ, എക്സെട്ര. ഓക്കെ, ഇത്രയുമാണ് പേഷ്യന്റ് ഏരിയയിൽ വരുന്നത്. ചെറിയ സ്നാക്ക് ബാർ ഒക്കെ ഉണ്ടാവും ഹോസ്പിറ്റലില്. ക്യാൻറ്റീൻ അല്ലാതെ തന്നെ ഹോസ്പിറ്റലിനുള്ളിൽ കുറച്ച് ചെറിയ സ്നാക്സുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ബാർ ഒക്കെ ഉണ്ടാകും ഉള്ളിൽ തന്നെ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ് കേട്ടോ. നമ്മള് മാക്സിമം അവർ എന്തൊക്കെയാണെന്ന് പ്രധാനപ്പെട്ടതാണ് ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, ATM മെഷീൻ, എക്സെട്ര. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. ഭരണപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, അല്ലെ? അതിൽ നമ്മൾക്കൊന്നും വലിയ സ്ഥാനമില്ല അവിടെ പേഷ്യന്റിന്, അല്ലെ? അപ്പോ എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, then public relation officer, PRO officer, accounts, billing, security, transport and store room. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവില് വരുന്നത്. ഇത് 3 ടേബിൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. കാരണം എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പറയാം. അതായത് ഇപ്പൊ നിങ്ങളോട് പറയുന്നതാണ് എന്താണ് കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഐഡന്റിഫൈ ദ ഏരിയ ഓഫ് OPD. ഈ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചൂടെ? കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം. then ഹൈഫൻ ഇട്ടിട്ട് പറയും ഐഡന്റിഫൈ ദ ഏരിയ ഓഫ് OPD. OPD-യിൽ ഏത് ഏരിയയിൽ ഐഡന്റിഫൈ ചെയ്യാൻ വരും. അങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലാതെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ പറയുന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസർ, അക്കൗണ്ട്സ്, വെയിറ്റിംഗ് ഏരിയ, അല്ലെ? ക്വസ്റ്റ്യൻ എന്തായിരിക്കും? പേഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് കണ്ടെത്താൻ, ഐഡന്റിഫൈ ചെയ്യാൻ വരും. അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ടേബിളിനുള്ളിൽ പ്രതീക്ഷിക്കാം. സോ ഏത് തരത്തില് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ആൻസർ ചെയ്യണമെങ്കിൽ ആ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വേറെ പുറത്തുനിന്ന് ഒരു പോയിന്റും പഠിക്കേണ്ട. നമുക്ക് ആ ടേബിളിൽ തന്നിരിക്കുന്ന പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ഏരിയയിലും ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലും ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ച് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? പഠിക്കണം ടേബിൾ. ഓക്കെ, സിമ്പിൾ അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പേഷ്യന്റ് ഏരിയ എന്ന് പറയുമ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പോകുന്ന എല്ലാ ഏരിയകളും, അല്ലെ? അഡ്മിനിസ്ട്രേറ്റീവ് ആകുമ്പോൾ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ,
administrator officer, public relation, then accounts, billing and security, transport and storeroom. Okay. Then clinical area, ചികിത്സാപരമായിട്ടുള്ള ഏരിയ. ഇത് നിങ്ങൾക്കൊരു 5 പ്രാവശ്യം വായിച്ചാൽ മതി. നിങ്ങൾ 5 പ്രാവശ്യം മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. ടേബിള് ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ആ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഇനി ചികിത്സാപരമായിട്ടുള്ള ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ചികിത്സിക്കാനായിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്ന ഏരിയകൾ: കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഇതൊക്കെ നമ്മൾ ചികിത്സാപരമായിട്ട് പോകുന്ന ഏരിയകളാണ് അല്ലെ. കൺസൾട്ടേഷനും എക്സാമിനേഷൻ റൂമും ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, അങ്ങനെ റേഡിയോളജി, ഇതൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്ന ഏരിയകളാണ്. ഓക്കെ, അപ്പൊ അതും പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. കുറച്ച് പഠിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആയിരിക്കും അല്ലെ. അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് 5 പ്രാവശ്യം ബൈഹാർട്ട് ചെയ്ത് വായിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മള് അന്നൊന്ന് എടുക്കുന്നത് നിങ്ങൾ ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 15 ദിവസം ആയിട്ടില്ലല്ലോ. നമ്മൾ ഓരോ ചാപ്റ്ററും ഓരോ പോർഷൻസും ഓരോ ടീച്ചേഴ്സും എടുക്കുന്നതനുസരിച്ച് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാത്ത അതോടൊപ്പം തന്നെ അന്നൊന്നും എടുക്കുന്ന ക്ലാസ്സുകൾ പറ്റുന്ന പോലെ പഠിച്ചു പോകാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഒരേ സിറ്റുവേഷൻ അല്ലാന്ന് എനിക്കറിയാം. ചിലപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം. ഒത്തിരി എല്ലാവർക്കും ഒരേ സിറ്റുവേഷൻ അല്ല. എങ്കിലും എന്തായാലും നമ്മൾ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണ് അല്ലെ. നാളെ ഫ്യൂച്ചറിൽ ഒരു ജോബ് വേണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പഠിക്കുന്നത് എല്ലാവരും. ആണോ? ആരും ചുമ്മാ ഇരിക്കുന്നവർക്ക് ടൈം പാസിന് വേണ്ടി പഠിക്കുന്നവരില്ലല്ലോ. ഉണ്ടോ? പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ജോബ് കിട്ടണം അല്ലെ. പഠിക്കുമ്പോൾ നമ്മൾ എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അല്ലെ. ഇതാണ് ലക്ഷ്യം, നമുക്ക് ഒരു ജോലി വേണം. ആ ഒരു ലക്ഷ്യത്തിന് കണ്ടുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, ആ ഒരു ലക്ഷ്യം നമുക്ക് മുന്നിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ്. വേറെ ഒരു മോട്ടിവേഷൻ നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോ പോസിറ്റീവായിട്ട് ഇടയ്ക്ക് വെച്ചിരിക്കുന്നത് മോട്ടിവേഷൻ ഒക്കെ തരാം. ഓക്കെ, അപ്പോ പഠിക്കാം. അന്നൊന്ന് പറ്റുന്ന പോലെ ചെയ്യാം കേട്ടോ. സൗണ്ട് കട്ടാവുന്നുണ്ടോ? ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഓക്കെ, ബുദ്ധിമുട്ടില്ല. ഓക്കെ, ദെൻ ടേബിൾ ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ഒരു 3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. 3 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ പകുതി പഠിച്ചു. ഇത് വായിച്ചു നോക്കാം കേട്ടോ. ഏരിയ ഓഫ് OPD ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്തിട്ടോളൂ കേട്ടോ ടേബിള്. റെക്കോർഡ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡ്സും കാര്യങ്ങളെല്ലാം ആ OP സെക്ഷനിൽ തന്നെ ആയിരിക്കുമല്ലോ. ആ പോയിന്റുകൾ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. പോയിന്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി. കാരണം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഏത് ഏരിയ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും. ആ ഒരു ടൈപ്പിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറ് കേട്ടോ. ഇതുവരെ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ പോയിന്റിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇപ്പൊ ഞാൻ 2 ടൈപ്പിൽ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ. ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എങ്കിലും നമ്മള് റെക്കോർഡിനുള്ള ഒരു സെക്ഷൻ ഹോസ്പിറ്റലുകളിൽ നിലനിന്നിട്ടുണ്ടല്ലോ അല്ലെ. ഓൾറെഡി നമ്മള് പണ്ട് കാലത്ത് ആദ്യകാലങ്ങളിൽ, ഇപ്പോഴാണല്ലോ ഇങ്ങനെ നമ്മൾ സിസ്റ്റം വന്നിരുന്നത്. അതുകൊണ്ടാണ് പേഷ്യന്റ് ഏരിയയിൽ അതും കൂടി ഒരു ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.
വായിച്ചോ? ക്ലിയർ ആണോ? പഠിച്ചോ? വായിച്ചപ്പോ കുറച്ചെങ്കിലും കിട്ടിയോ? നെക്സ്റ്റ് ഒരു ഫ്ലോ പാറ്റേൺ ആണ്. അതായത് ഒരു ക്ലയന്റ് മീൻസ് പേഷ്യന്റ് OPD വരുന്നതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു ഫ്ലോ ചാർട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. വായിക്കുകയല്ല, വായിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാൻ പോലെയാണ്. നോക്കാം. എൻക്വയറി. നമ്മൾ ആദ്യം എൻക്വയറിയിൽ വന്നു. ദെൻ പേഷ്യന്റ് രജിസ്ട്രേഷൻ ചെയ്തു. വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നു. ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. സൗണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഇപ്പൊ സൗണ്ട് കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ ഫ്ലോ പാറ്റേൺ ഒന്നും കൂടി നോക്കാം കേട്ടോ. ആ ഒരു ഫ്ലോ പോയല്ലേ, നോക്കാം. എൻക്വയറി, രജിസ്ട്രേഷൻ അല്ലെ? എൻക്വയറിയിലേക്ക് വന്നു, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു. ദെൻ വെയിറ്റിംഗ് ഹാളിൽ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തിരുന്നു. ദെൻ കൺസൾട്ടേഷൻ റൂം അല്ലെ? നമ്മൾ ഡോക്ടറെ കാണാൻ കയറി. ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ്, അതായത് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ഫാർമസിയിലേക്ക് പോയി, മെഡിസിൻ വാങ്ങിച്ചു, എക്സിറ്റ് ചെയ്തു. വീട്ടിലേക്ക് പോയി അഡ്മിറ്റ് ആക്കുന്നില്ല, ഔട്ട് പേഷ്യന്റ് ആണ് അല്ലെ? അപ്പോൾ അവിടെ അഡ്മിറ്റ് ആക്കുന്നില്ല, മെഡിസിൻ വാങ്ങിച്ചു, വീട്ടിലേക്ക് പോയി. ഓക്കെ, ഒന്നും കൂടി നോക്കിയേ. എൻക്വയറി ചെയ്തു, രജിസ്ട്രേഷൻ എടുത്തു, വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്തു. ദെൻ കൺസൾട്ടേഷൻ റൂം അല്ലെ? നമ്മള് പേഷ്യന്റ് ഡോക്ടറെ കാണാൻ ചെന്നു. ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റി, അതായത് വല്ല ടെസ്റ്റുകളോ ബ്ലഡ് ടെസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഫാർമസി പോയി, മെഡിസിൻ വാങ്ങിച്ചു, എക്സിറ്റ് ചെയ്തു. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോ പാറ്റേൺ അല്ലെ? ചെറിയ കുട്ടികൾക്ക് പോലും പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാകും അല്ലെ? ഒന്ന് വായിച്ചു നോക്കിയ ഫ്ലോ പാറ്റേൺ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഒരു ടേബിൾ ആണ്. അപ്പോൾ ടേബിളില് നമ്മൾ കുറച്ച് എക്യുപ്മെന്റ്സുകളാണ്, എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. അതായത് അത്യാവശ്യം ഒരു നമ്മള് OP സെക്ഷനിലും മറ്റും ഉപയോഗിക്കുന്ന കുറച്ച് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. ഉപകരണങ്ങൾ. അപ്പൊ അതില് ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടിയും തെറാപ്റ്റിക് ആയിട്ടുള്ളത്, മോണിറ്റർ ചെയ്യുന്നത്, ബാക്കി ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെ നമ്മൾ തരംതിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഡയഗ്നോസ്റ്റിക്കിലാണെങ്കിൽ ആദ്യം ടേബിൾ ആയിട്ട് പറയാം, then നമുക്കൊന്ന് എഴുതി കൊടുക്കണം അത്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് അതായത് നമ്മള് ചികിത്സാപരമായിട്ടുള്ള കണ്ടെത്തലുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ? കണ്ടെത്തലുകൾ നമ്മൾ പറഞ്ഞു, എന്താണ്, രോഗം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ് ഫസ്റ്റ് വൺ പറയുന്നത്. ഡയഗ്നോസ്റ്റിക്കില് നോക്കാം. BP അപ്പാരറ്റസ് അറിയാലോ എല്ലാവർക്കും. BP ചെക്ക് ചെയ്യുന്ന ഒരു ഉപകരണം. എൻഡോസ്കോപ്പ്, എൻഡോസ്കോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എൻഡോസ്കോപ്പ്, എൻഡോസ്കോപ്പി ചെയ്യാന്ന് പറയും അല്ലെ? എൻഡോസ്കോപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എൻഡോസ്കോപ്പി. എന്തിനാ എൻഡോസ്കോപ്പി ചെയ്യുന്നത്? എപ്പോഴാണ് എൻഡോസ്കോപ്പി? എൻഡോസ്കോപ്പി ചെയ്യുന്നത് സ്റ്റൊമക്ക് അല്ലെ? അബ്ഡോമൻ, നമ്മുടെ വയറിന്റെ ഒരു അകം കാണുവാനായിട്ട് ഒരു ചെറിയൊരു ട്യൂബ് വഴി കടത്തിവിടുന്ന ഗ്യാസ്ട്രോ റിലേറ്റഡ് കേസസ് ഒക്കെയാണ് നമ്മള് എൻഡോസ്കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്. വയറിനുള്ളിൽ ഒരു കാഴ്ച ലഭിക്കാൻ അല്ലെ? ക്യാമറയൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എൻഡോസ്കോപ്പി. എക്സാമിൻ യുവർ
സ്റ്റൊമക്ക്, നമ്മുടെ വയറിനുള്ളിലെ വയറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു എക്സ്റേ, ഒരു ട്യൂബാണ്, ചെറിയൊരു ട്യൂബ് വയറിനുള്ളിലേക്ക് കടത്തി വിടുന്ന ഒരു പ്രോസസ്സാണ് എൻഡോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒറ്റ വേർഡിൽ നമുക്ക് എഴുതിയെടുക്കാം കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് ആദ്യം പറയണേ, എന്നിട്ട് നമുക്കൊന്ന് എഴുതിയെടുക്കാം. ദെൻ പോർട്ടബിൾ എക്സ്റേ. ഇന്ന് പോർട്ടബിൾ മീൻസ് പോർട്ടബിൾ ചാർജർ എന്നൊക്കെ പറയില്ലേ, കൊണ്ട് നടക്കാനൊക്കെ പറ്റുന്ന അല്ലേ. പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞാൽ എക്സ്റേ തന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നത്. അതായത് മീൻസ് നമുക്ക് ഈസിലി ക്യാരി ചെയ്യാം. ഇപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വേണമെങ്കിലും നമുക്കത് ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് എക്സ്റേ. ഓക്കെ, പോർട്ടബിൾ എക്സ്റേ. Then portable USG. USG എന്ന് വെച്ചാൽ എന്താ? USG അൾട്രാസൗണ്ട് സോണോഗ്രഫി. അൾട്രാസൗണ്ട് സോണോഗ്രഫി അറിയില്ലാത്തവരൊന്ന് എഴുതി വെക്കുക കേട്ടോ. USG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സൗണ്ട് വേവ്സുകൾ ഉപയോഗിച്ചിട്ട് അല്ലെ, സൗണ്ട് വേവ്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓർഗൻസിന്റെ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ പിക്ചർ, കൃത്യമായിട്ടും അവയവങ്ങളുടെ ഒരു പിക്ചറിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ USG ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ എക്കോ. എക്കോ എന്ന് വെച്ചാൽ എന്താണ്? എക്കോ ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? എക്കോ ടെസ്റ്റ് ഹാർട്ടിന്റെയും ഹാർട്ട് അറ്റാക്ക്, ഹാർട്ടും അതിനോട് സംബന്ധിച്ചിട്ടുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്കോ ടെസ്റ്റ്. ഒരു സ്കാൻ തന്നെയാണ് അല്ലെ. USG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജിംഗ് ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിലെ അവയവങ്ങൾ, നമ്മുടെ പിക്ചേഴ്സ്, ടു ക്രിയേറ്റ് എ പിക്ചർ ഓഫ് ഓർഗൻസ്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കൃത്യമായിട്ട് കാണുവാനും അങ്ങനെയുള്ള ഒരു സ്കാനിങ് പ്രൊസീജിയർ ആണ് USG എന്ന് പറയുന്നത്, അൾട്രാസോണോഗ്രഫി. ഓക്കെ, ഇത് കുറച്ച് നോട്ട് ചെയ്യാനുണ്ട്, നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ നോട്ടൊന്ന് ചെറിയൊരു നോട്ട് നമ്മൾ എഴുതാനുണ്ട്. ഓക്കെ, ആദ്യം പറഞ്ഞിട്ട് ശേഷം നോട്ട് എഴുതാന്ന് വിചാരിച്ചാണ്. അൾട്രാസൗണ്ട് സോണോഗ്രഫി എഴുതിയെടുക്കാം കേട്ടോ. അൾട്രാസൗണ്ട് സോണോഗ്രഫി ഇതൊരു നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കില്ലേ, അതേപോലത്തെ ഒരു ടെക്നിക്കാണത്. അതായത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ പിക്ചർ എടുക്കുകയാണ്. എക്സ്റേ എന്ന് പറയുമ്പോൾ നമ്മള് എല്ലിപ്പോ അങ്ങനെയുള്ള ബോൺസ്, സ്പെഷ്യലി ബോൺസിന്റെ മാത്രമാണ് നോക്കുന്നത്. പക്ഷെ USG എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അവയവങ്ങളുടെ ഒരു പിക്ചർ ആണ് അവിടെ എടുക്കുന്നത്. USG എഴുതിയോ? ഫുൾ ഫോം അൾട്രാസൗണ്ട് സോണോഗ്രഫി. സ്പെല്ലിംഗ് അറിയാലോ? അൾട്രാസൗണ്ട് സോണോഗ്രഫി. എക്കോ എന്ന് വെച്ചാൽ എന്താ പറയാ? ഇലക്ട്രോ കാർഡിയോഗ്രാം. എക്കോ എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം. സോറി, എക്കോ കാർഡിയോഗ്രാം കേട്ടോ, ഇലക്ട്രോ അല്ല, എക്കോ കാർഡിയോഗ്രാം. USG ഒന്ന് എഴുതിയെടുത്തോളൂ. അതിന്റെ താഴെ സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് USG എന്ന് എഴുതാം കേട്ടോ. USG എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ഒറ്റ വാക്കിൽ ഒന്ന് എഴുതി വെക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇമേജിംഗ് ടെസ്റ്റ്. ഇമേജിംഗ് ടെസ്റ്റ് USG. എന്താണ് USG എന്നാണ് പറയുന്നത്? ഇമേജിംഗ് ടെസ്റ്റ്. ഇമേജിംഗ് ടെസ്റ്റ് that uses imaging test that uses imaging test. ഇമേജിലെ ചിത്രം. Imaging test that uses sound waves. Sound waves to create a picture of organism.
കമന്റ് നോക്കി എഴുതാട്ടോ. ടൈപ്പ് ചെയ്തിട്ടുണ്ട്. Imaging test that uses sound waves to create a picture of organs. Okay. നോക്കി എഴുതാട്ടോ സ്പെല്ലിംഗ്. Then അപ്പോ ഡയഗ്നോസ്റ്റിക്കിലെ എക്യുപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. BP apparatus, endoscope, then portable X-ray, portable USG, then echo. എൻഡോസ്കോപ്പ് എന്ന് എഴുതണോ? ചെറുതായിട്ട് എഴുതിയെടുക്കണോ? ഓക്കെ, എൻഡോസ്കോപ്പ് എന്നൊന്ന് എഴുതാട്ടോ. താഴെ നിന്ന് എൻഡോസ്കോപ്പ് എന്ന് എഴുതാം. Endoscope എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ to examine your stomach. To examine your stomach. Stomachനെ എക്സാമിൻ ചെയ്യുന്നതാണ് എൻഡോസ്കോപ്പ്. ഒറ്റ വാക്കിൽ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മതി കേട്ടോ. ഇത് ജസ്റ്റ് ആ പോയിന്റ് മാത്രം മതി. എങ്കിലും നിങ്ങൾക്ക് ഇനി അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ജസ്റ്റ് ഒന്ന് ഒറ്റ വേർഡിൽ ഒന്ന് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, എക്സാമിൻ യുവർ സ്റ്റൊമക്ക് മീൻസ് നമ്മുടെ വയറിനുള്ളിൽ നിരീക്ഷിക്കുകയാണ്. അതിന്റെ പ്രൊസീജിയേഴ്സും ഒന്നും ആവശ്യമില്ല. ടു എക്സാമിൻ യുവർ സ്റ്റൊമക്ക് അത്രയും മതി. ഓക്കെ, അപ്പോ എക്യുപ്മെന്റിലെ ഡയഗ്നോസ്റ്റിക്കിലും മാത്രമാണ് നമ്മള് പോയിന്റ്സിൽ പറഞ്ഞത്. ഇനി തെറാപ്റ്റിക് മോണിറ്ററിംഗും ഇൻസ്ട്രുമെന്റും വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കാരണം അത് കംപ്ലീറ്റ് ആവില്ല, കുറച്ച് ടൈം എടുക്കും പറയണം. ഓരോ എക്യുപ്മെന്റും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. പോയിന്റ് മതി. എങ്കിലും നമുക്ക് അറിയില്ലാത്ത എക്യുപ്മെന്റ് ആവുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത സെക്ഷൻ എടുക്കാം. ഇന്ന് എടുത്തത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ എടുത്തത്? ഓക്കെ, അപ്പോ പറഞ്ഞ പോലെ എന്ത് ചെയ്യാ, പഠിക്കാം. എടുത്തത്രയും ക്ലിയർ ആയിട്ട് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നമുക്കൊരു കണ്ടിന്യൂഷൻ വേണം. Okay, thank you all.